പാർത്ഥ, നടക്കുന്നത് പ്രകസനമല്ല എങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ജയിലിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. SFIO കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തെ വലിയ രീതിയിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും വീണയുടെ ഭാവി? വീണയുടെ ഭാവി പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമല്ലെങ്കിൽ, പൊളിറ്റിക്കൽ നാടകമല്ല നടക്കുന്നതെങ്കിൽ വീണയുടെ ഭാവി തുലാസിലാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. കാരണം ഡൽഹി ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ പോകുമ്പോൾ SFIOയുടെ അഭിഭാഷകൻ വളരെ കൃത്യമായ രീതിയിലുള്ള ചില അന്വേഷണ റിപ്പോർട്ടുകളാണ് കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ അദ്ദേഹം പറയുന്നു, ഈ പറയുന്ന CMRL എന്ന് പറയുന്ന കമ്പനി വളരെയധികം ഈ പറയുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നിരവധിയായ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഇവർ പണം നൽകി. അതുപോലെ തന്നെ ഒരു സേവനവും നൽകാതെ തന്നെ എക്സാലോജിക്കിന്, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്ക് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? പണം നൽകിയിട്ടുണ്ട്. അങ്ങനെ പണം നൽകിയതിനെ പറ്റി അന്വേഷിച്ച സമയത്ത് CMRL ഉദ്യോഗസ്ഥന്റെ മൊഴിയെടുത്ത സമയത്ത് ഒരു സേവനവും നൽകാതെ തന്നെയാണ് പണം നൽകിയത് എന്നുള്ള മൊഴിയും കൃത്യമായി SFIO രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ SFIO പറയുന്ന ഒരു കാര്യം, ഒരു സംസ്ഥാനത്തെ ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവിനെ വശത്താക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പണം നൽകിയത് എന്ന ബലമായ സംശയം SFIOയ്ക്കുണ്ട്. അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള മൊഴികളാണ് വന്നിരിക്കുന്നത്. കൂടുതൽ അന്വേഷണത്തിലൂടെ ആ നേതാവ് ആരാണെന്നും എന്തിനു വേണ്ടിയാണെന്നും ലക്ഷ്യങ്ങൾ എന്താണെന്നും ഒക്കെ വളരെ കൃത്യമായി പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നും, ഈ പറയുന്ന നേതാവുമായി ബന്ധപ്പെട്ട് ഈ CMRL കമ്പനി ഉടമയുടെ പല ഇടപാടുകളും ഉണ്ടോ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പുറത്തു വരുമെന്നാണ് SFIO പറയുന്നത്. അതോടൊപ്പം തന്നെ SFIO പറയുന്ന ഏറ്റവും ഗുരുതരമായ കാര്യമെന്ന് പറയുന്നത്, ഈ പറയുന്ന CMRL കമ്പനി ഭീകരവാദ ബന്ധമുള്ള സംഘടനകൾക്ക് ഫണ്ട് നൽകി എന്നാണ് പറയുന്നത്. അത് ഞെട്ടിക്കുന്നതാണ്. നമ്മൾ ഇന്നേ വരെ കണ്ടത് വീണ വിജയന്റെ കേസ്, എക്സാലോജിക്ക്, കൈക്കൂലി ഇടപാട്, കുംഭകോണം, ഇതൊക്കെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് CMRL പണം നൽകിയിട്ടുണ്ട്. ഈ പറയുന്ന രാജ്യവിരുദ്ധ ശക്തികൾക്ക് CMRLന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് പിന്നെ അവരെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും നാഷണൽ സെക്യൂരിറ്റിക്കുമൊക്കെ എതിരെ നടക്കുന്ന പ്രശ്നം കൂടിയാണത്. അതിൻ്റെ തലം മാറുകയാണ്, അന്വേഷണത്തിൻ്റെ തലം മാറുകയാണ്. അവിടെ UAPA എന്ന് പറയുന്ന കുറ്റം വരെ ചാർത്തപ്പെടാൻ സാധ്യതയുള്ള ഗുരുതരമായ കേസാണ് എന്ന് മനസ്സിലാക്കണം. മാത്രമല്ല, ഈ കോടതിയിൽ SFIO പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇത് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുംഭകോണങ്ങളിൽ ഒന്നാണ് കാലിത്തീറ്റ കുംഭകോണം. ലാലു പ്രസാദ് യാദവ് ജയിലിൽ കിടന്നത് അറിയാമല്ലോ. അവിടെ ആ സമയത്ത് അവരുടെ ഭാര്യ കയറി ഭരിച്ച ഇതൊക്കെ ആ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. എന്ത് തന്നെ ആയാലും അതിന് തുല്യമായ, അതായത് ഈ കാലിത്തീറ്റ കുംഭകോണത്തിന് തുല്യമായ അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് ഒരു ഹൈക്കോടതിയിൽ, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കോടതിയിൽ SFIO പോലുള്ളൊരു സംഘടന പറയുന്നത് ചില്ലറയായി നിസ്സാരമായി കാണാൻ കഴിയില്ല. കാരണം കാലിത്തീറ്റ കുംഭകോണം അടക്കമുള്ള, അതായത് എക്സാലോജിക്കിന് ഇത്ര ഒരു പണം അവർ കൊടുത്തു. എക്സാലോജിക്കിന് പണം കൊടുത്തത് തന്നെ ഒരു രേഖയുണ്ടാക്കാൻ വേണ്ടി, ഒരു ഞങ്ങൾ ഇത്ര പണം നൽകിയിട്ടുണ്ട്, അത് ഇന്ന സേവനത്തിന് വേണ്ടിയാണ് എന്നൊരു രേഖയുണ്ടാക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ്. ഇങ്ങനെ ഒരു രേഖയുമില്ലാതെ ഇവർ കൊടുത്ത പണം എത്രയായിരിക്കും? ബ്ലാക്ക് ആയിട്ട് കൊടുത്തതിനും എന്ത് സേവനമാണെന്ന് പറഞ്ഞിട്ടില്ല. അതെ, അതാണിപ്പോ ഇത്രയും കാലമായി കേരള രാഷ്ട്രീയത്തിലുള്ള CPM അല്ലാത്ത പലരും പിണറായിയോട് ചോദിക്കുന്നതാണ്, എന്ത് സേവനത്തിനാണ് നിങ്ങളുടെ മകൾക്ക് CMRL ശശിധരൻ കർത്ത പണം നൽകിയത്? 1,72,00,000 രൂപ എന്നാണ് എൻ്റെ ഓർമ്മ. എന്തിനാണ് ആ പണം നൽകിയത്? ആ പണം നൽകിയത് എന്തിനാണെന്ന് പറയാൻ അച്ഛനും മകളും വാ തുറക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ SFIOയുടെ അന്വേഷണം നമ്മൾ ഇതിനു മുൻപും കണ്ടത്. 2 തവണ വീണയെ ചോദ്യം ചെയ്യാൻ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ച് വീണ ചെന്നൈയിലേക്ക് പോയി ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് ഈ വിഷയത്തിൽ വിവരങ്ങളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരും, എന്തെങ്കിലും കാര്യങ്ങൾ പറയും, പിന്നെയും ഇത് കാണാൻ മാറട്ടെ. കാരണം സ്വപ്ന സുരേഷ് ഉൾപ്പെടെ രാജ്യദ്രോഹപരമായ പല കാര്യങ്ങളും ഉന്നയിച്ച് രംഗത്തെത്തി. ആ കേസ് എന്തായി, എവിടെ എത്തി നിൽക്കുന്നു, ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും ആ കേസുകളൊക്കെ അവിടുത്തെ. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ വിഡ്ഢികളാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്താണ് പങ്ക്? മുഖ്യമന്ത്രിയുടെ മകൾ ജയിലിലേക്ക് പോകുമോ? പിണറായിയുടെ മകൾക്ക് കുരുക്ക് വീഴുമോ? എന്നൊക്കെയുള്ള ചോദ്യങ്ങളും കുറെ കുറെ തത്വങ്ങൾ കുറെ ചർച്ചകളുമായി ഇത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസ് ഒരിടവും എത്തില്ല. ഇതും തേഞ്ഞു മാഞ്ഞു പോകുമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം.
ഖുറാൻ, അതായത് ഈന്തപ്പനയുമായി ബന്ധപ്പെട്ട് ഖുറാനിൽ ഈ സ്വർണം കടത്തി, ഖുറാനിൽ വെച്ചുകൊണ്ട് സ്വർണം കടത്തി, ഈ പറയുന്ന ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി, ഈന്തപ്പഴത്തിൻ്റെ ഒപ്പം സ്വർണം കടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആരോപണങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിൽ തന്നെ രാജ്യദ്രോഹത്തിൻ്റെ ധന്യ പറഞ്ഞ പോലെ രാജ്യദ്രോഹ കേസ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ആ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റംസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഏജൻസികളുടെ CBIയുടെ അന്വേഷണം വരെ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ED ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ അന്വേഷണങ്ങളിലൊക്കെ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ഞാനൊരു പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് BJPയുടെ വക്താവായിട്ടുള്ള അല്ലെങ്കിൽ BJPയുടെ ഒരു പ്രമുഖ നേതാവിനോട് ഞാൻ ചോദിച്ചു, പ്രമുഖ നേതാവിനോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ അന്വേഷണം ഒന്നും എവിടെ എത്താത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതിനൊക്കെ ഒരു പ്രൊസീജിയറുണ്ട്. ഒരു അന്വേഷണം നടക്കുമ്പോൾ അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് അങ്ങ് കോടതിയിൽ ചെന്ന് ഉടനടി അങ്ങ് പിടിക്കാൻ പറ്റുമോ, ഉടനടി അങ്ങ് കേസെടുക്കാൻ പറ്റുമോ, ഇങ്ങനെ പല കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെയും സംശയിച്ചത്, അദ്ദേഹം പറഞ്ഞ ചില കേസുകളുടെ ഉദാഹരണമൊക്കെ ഉണ്ട്. പക്ഷേ ആ കേസുകളൊക്കെ എന്ന് പറഞ്ഞാൽ കീഴ്ക്കോടതികളിൽ നിന്ന് അപ്പീലുമായി സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ലാവ്ലിംഗ് കേസ് പോലത്തെ കേസുകളാണ്. പക്ഷേ ഇവിടെ കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല, പ്രതികൾ ആരാണെന്ന് പറഞ്ഞിട്ടില്ല, പ്രതികൾ എന്ത് വിഷയത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമായ കാര്യമാണ് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്കറിയാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന വീണ വിജയൻ്റെ കേസുമെങ്കിൽ ഞാനും ധന്യയും ഉൾപ്പെടെയുള്ള ആളുകൾ വിഡ്ഢികളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ധന്യ SFIOക്ക് കൃത്യമായ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരതിങ്ങനെ എന്താണ് ഈ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് CMRL കയറി മുകളിൽ കൂടി ഒരു കളിച്ചത്. ഹൈക്കോടതിയിൽ പോയി നേരിട്ട് ഇത് റദ്ദാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ തീരുമാനിച്ചു, ഞങ്ങൾ ഇപ്പുറത്തുകൂടി ഇതൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ചില കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ ആ സമയത്ത് വിലപേശൽ നടക്കാനുണ്ട്. ആ സമയത്ത് നിങ്ങൾ പോയിട്ട് ഹൈക്കോടതി പോയി കളിക്കുന്നു, അങ്ങ് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ ഞങ്ങൾ കണ്ടെത്തിയതിൻ്റെ ചെറിയൊരു ഭാഗം ഞങ്ങൾ ഹൈക്കോടതിയിൽ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും SFIO ആ രീതിയിലാണ് ഹൈക്കോടതിയിൽ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കേസ് റദ്ദാക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം എന്നതിലപ്പുറത്തേക്ക് ഈ കണ്ടെത്തിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ചാർജുകളോ ഒക്കെ യഥാർത്ഥത്തിൽ ഇവരുടെ പേരിൽ ചാർജ് ചെയ്യപ്പെടും. ഈ ഒരു വീണ വിജയനെ പ്രതിയാക്കിക്കൊണ്ട് CMRLനെയും കരിമണൽ കർത്തയെയും ഒക്കെ പ്രതിയാക്കി ആ പുറകിലുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ ചരിത്രങ്ങളൊക്കെ എഴുതി SFIO റിപ്പോർട്ട് കൊടുക്കുമെന്ന് വിശ്വസിക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ആത്മാർത്ഥതയുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം നരേന്ദ്രമോദിയെയോ അല്ലെങ്കിൽ അമിത്ഷായോ ഒന്നും അല്ല ഈ പറയുന്ന പോലെ നമ്മൾ ഇതിൽ കുറ്റപ്പെടുത്തേണ്ടത്. പലതരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ പല ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്, പലരുടെയും പല ആവശ്യങ്ങളുണ്ട്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. നിരന്തരമായി കോൺഗ്രസ് പൊളിറ്റിക്സിനെ കുറ്റം പറയുകയും കോൺഗ്രസ്സുകാരെ എതിർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കോൺഗ്രസും CPM ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സ് ആണ് എന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ ജയിലിൽ കടത്തിയിട്ടുണ്ട് പിണറായി സർക്കാർ. അതുപോലെ തന്നെ ഇവിടെ ഓരോ ആളുകളെയും പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്, ചാർജ് ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള നിലപാടുകൾ പോലും തിരിച്ചു ചെയ്യാൻ ഈ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഭരിക്കുമ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയല്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പാർത്താൻ പറഞ്ഞതുപോലെ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമല്ല എങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് കളികൾ CPM BJP അഡ്ജസ്റ്റ്മെന്റ് കളികളല്ല എങ്കിൽ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്, കൃത്യമായ നിലപാട് സ്വീകരിക്കും ഇക്കാര്യത്തിൽ എന്ന് വിശ്വസിക്കാം. പക്ഷേ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതൊരു തുറുപ്പ് ചീട്ടായി വെച്ചുകൊണ്ട് പലതും നേടാൻ BJPക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇത് തേഞ്ഞു മാഞ്ഞു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. തീർച്ചയായും.